മതേതരത്വത്തിന് വേണ്ടി ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഒരു തോളിൽ മതരാഷ്ട്രം മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, മറുതോളിലാകട്ടെ മതസാമുദായിക സംഘടനയായ മുസ്ലിം ലീഗുമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാറയിട്ട് സ്വീകരിക്കരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നിട്ടും ഇങ്ങനെ ആവേശത്തോടുകൂടി പറയാൻ പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാറയിടുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിൽ കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കലാണ്, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല. നമ്മൾ കാരുണ്യത്തിന്റെ സന്ദേശവുമായി, സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും. സ്നേഹത്തിന്റെ വൻമതിൽ, പാരസ്പര്യത്തിന്റെ, സാഹോദര്യത്തിന്റെ വൻമതിൽ. പുണ്യനദിയായ ഗംഗയെപ്പോലും വർഗീയവൽക്കരിച്ച് നികുതിപ്പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ മന്ത്രി വസതിയുടെ പേര് മാറ്റിയ ലീഗ് നേതാവ് അബ്ദുറബിനെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മറന്നു കാണില്ല. മതമാണ് 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 പ്രശ്നമെന്നാർത്തു വിളിച്ച കെ.എം. ഷാജിയെയും മറക്കില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പേരുകൊണ്ടുപോലും ഒരു വിമർശനം ആരും ഉന്നയിക്കരുതെന്ന കോൺഗ്രസിന്റെ പിടിവാശിയും കേരളം കാണുന്നുണ്ട്. എന്നിട്ടും പൊതുബോധത്തിൽ ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമൊക്കെ മതേതരമാക്കുന്നത് എന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി നടേശൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ മതേതരത്വം തകർന്നു പോയെന്ന് പരിതപിച്ചവർ എന്തുകൊണ്ടാണ് ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയ ധ്രുവീകരണ നീക്കങ്ങൾ കാണാതെ പോകുന്നത്?